ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഒരു ഡബിൾ ലെൻസ് ക്യാമറയെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. വീടുകളിലും അതുപോലെ തന്നെ നമ്മുടെ വർക്ക് സൈറ്റിലും സ്പെഷ്യലായിട്ട് നമുക്ക് രണ്ട് ഏരിയ ഒരു സ്ഥലത്ത് വെച്ചിട്ട് രണ്ട് ഏരിയ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് ക്യാമറയാണത്. നല്ല പിക്ചർ ക്ലാരിറ്റി, നല്ലൊരു ക്ലാരിറ്റിയുള്ള ക്യാമറയാണ്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് നല്ല കളറായിട്ട് വിഷ്വൽ കാണാവുന്നതാണ് ക്യാമറയും കൂടിയാണ്. നമുക്ക് നോക്കാം അതിൻ്റെ ഒരു ക്ലാരിറ്റി. ഇതാ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ മുകളിൽ കാണുന്ന ഇതിൽ റെക്കോർഡ് ചെയ്തൊരു ഈ ക്യാമറ വെച്ചിട്ട് കണ്ടില്ലേ, ഈ ക്യാമറ വെച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഒരു ലെൻസ് ഇത് ഫിക്സഡ് ആയിരിക്കും. ഒരു ലെൻസ് ഫിക്സഡ് ലെൻസും ഒരു ലെൻസ് നമുക്ക് മൊബൈലിൽ ഇങ്ങനെ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണില്ലേ, ഈ മൊബൈലിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൺട്രോൾ ചെയ്യുക, ഇറക്കാവുന്നതാണ്. കേട്ടോ, നമ്മളിപ്പോൾ ഈ ക്യാമറ സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് ഒരു വർക്ക് സൈറ്റ് ഫിറ്റ് ചെയ്ത് അപ്പോൾ ഒരു അനധികൃതമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരാൾ വന്ന് അവിടെ നിന്ന് എന്തെങ്കിലും സാധനം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ കണ്ട ഉടനെ എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഒരു അലാറം വെച്ച് കൊടുക്കും മൂപ്പർക്ക്. ഇതാ നോക്കി കേട്ടോ, ആണോ? രാത്രി സമയത്ത് നമുക്ക് അലാറം അടിക്കുക. അതല്ല ഇനി വേണമെങ്കിൽ ഇതാ സൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പ്രയാസമാണെങ്കിൽ ഇതാക്കി നോക്കി നമുക്ക് ആവശ്യമുള്ള നേരത്തെ ഈ ക്യാമറയിൽ ലൈറ്റ് എത്തിക്കാം. ഉണ്ടോ ഉണ്ടോ? അപ്പോൾ ഇതിങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ലൈറ്റ് കത്തുന്ന കാണുമ്പോൾ തന്നെ എന്തായി, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു തരികിട കാട്ടാമെന്ന ആളുണ്ടെങ്കിൽ ഈ ലൈറ്റ് കാണുമ്പോൾ തന്നെ അയാളെ തടിയെടുത്തോളൂ. നമുക്ക് നമ്മളെ സാധനം പോക്കല്ലോ വേണ്ടി. പ്രത്യേകതകളുള്ള ഈ ക്യാമറ എന്നാൽ വലിയ വിലയൊന്നുമില്ല, ഇതാർക്കും വെക്കാം. അപ്പോൾ നമ്മൾ ഗൾഫിലെ ആളുകൾക്കൊക്കെ നിങ്ങളെ വീട്ടിൽ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ആ വർക്ക് സൈറ്റ് ധൈര്യമായിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ മൊബൈലിൽ കാണാം. വളരെ ചെറിയൊരു പൈസക്ക് തന്നെ നമുക്കിതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെടാം. എടാ കള്ള, ഇജ്ജ് അവിടെ കക്കാൻ വന്നാലേ അന്ന് ഞാൻ കണ്ടു കേട്ടോ, തടിയെടുത്തോ, പോലീസിനോട് ഞാൻ പറയും. നിങ്ങളിപ്പോൾ കേട്ട ഈ ശബ്ദം ക്യാമറയുടെ സ്പീക്കറിൽ നിന്നും കേട്ട ശബ്ദമാണ്. ഇതും നമുക്ക് വലിയൊരു പ്രൊട്ടക്ഷനായി ഉപയോഗിക്കാവുന്നതാണ്.